എല്ലാവർക്കും നമസ്കാരം. വീഡിയോയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തെ കുറിച്ചാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭൂമിയുടെ അന്തരീക്ഷം. നമ്മുടെ ഭൂമിക്ക് വ്യക്തമായ ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷം ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിയെ പല അപകടങ്ങളിൽ നിന്നും, ഫോർ എക്സാമ്പിൾ ഉൽക്കാപതനം, ഛിന്നഗ്രഹങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വസ്തുക്കളെയെല്ലാം പ്രതിരോധിക്കുന്നതിൽ നമ്മുടെ അന്തരീക്ഷത്തിന് വ്യക്തമായ ഒരു പങ്കുണ്ട്. നമ്മുടെ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് അന്തരീക്ഷത്തിലാണ്. അങ്ങനെ ഭൂമിക്ക് വ്യക്തമായ ഒരു അന്തരീക്ഷമുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷം ഭൂമിക്ക് ഉണ്ടാകുവാൻ കാലങ്ങളോളം എടുത്തു. അപ്പോൾ എന്താണ് അന്തരീക്ഷം എന്ന് ചോദിച്ചാൽ, ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ഭൂമിയുടെ ആവരണമായി നിലനിൽക്കുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം. നമ്മുടെ അന്തരീക്ഷ വായുവിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നീരാവി, പൊടിപടലങ്ങൾ, വിവിധ വാതകങ്ങൾ. വിവിധ വാതകങ്ങളും പൊടിപടലങ്ങളും നീരാവിയും നിറഞ്ഞതാണ് അന്തരീക്ഷം. നീരാവി നമ്മുടെ ഈ പോയിന്റിലില്ല. നീരാവിയും അന്തരീക്ഷ വായുവിലെ ഒരു ഘടകം തന്നെയാണ്. അന്തരീക്ഷ വായുവിലെ നീരാവിയെ നമുക്ക് ജലബാഷ്പം എന്നും വിളിക്കാം. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയെ ജലബാഷ്പം എന്നും നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വിവിധ വാതകങ്ങളും പൊടിപടലങ്ങളും നീരാവിയും ഒക്കെ ചേരുന്നതാണ് നമ്മുടെ അന്തരീക്ഷ വായു. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വാതകങ്ങൾ, നീരാവി, പൊടിപടലങ്ങൾ, ഇതെല്ലാം ചേരുന്നതാണ് അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഓക്സിജൻ സമൃദ്ധമാണ് നമ്മുടെ ഇന്നത്തെ അന്തരീക്ഷം. ഏകദേശം 21% അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ്. അങ്ങനെ ഓക്സിജൻ സമൃദ്ധമായ ഒരു അന്തരീക്ഷം ഭൂമിക്ക് ചുറ്റും രൂപം കൊണ്ടത് ഏകദേശം 2000 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ്. 2000 മില്യൺ എന്ന് വെച്ചാൽ ഏകദേശം 200 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഓക്സിജൻ സമൃദ്ധമായ ഒരു അന്തരീക്ഷം ഭൂമിക്ക് ലഭിച്ചത് ഏകദേശം 2000 മില്യൺ വർഷങ്ങൾ അഥവാ 200 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. ഇന്നത്തെ ഓക്സിജൻ സമൃദ്ധമായ ഒരു അന്തരീക്ഷം ഭൂമിക്ക് ലഭിച്ചത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ആ ഘട്ടങ്ങളാണ്: 1 സോളാർ വിൻഡ്സ്, സൗരക്കാറ്റുകളുടെ പ്രവർത്തനം; 2 ഡീഗാസിംഗ് പ്രക്രിയ; 3 ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് ഇന്നത്തെ അന്തരീക്ഷം പരിണമിച്ചത്, അല്ലെങ്കിൽ ഇന്നത്തെ അന്തരീക്ഷത്തിലേക്കുള്ള പരിണാമം സംഭവിച്ചത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ആ ഘട്ടങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. 1ാമത്തെ ഘട്ടത്തിൽ നടന്നത് സോളാർ വിൻഡ്സിന്റെ പ്രവർത്തനം, 2ാം ഘട്ടത്തിൽ നടന്നത് ഡീഗാസിംഗ് പ്രക്രിയ, 3ാം ഘട്ടത്തിൽ നടന്നത് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് ഇന്നത്തെ ഒരു ഭൗമാന്തരീക്ഷം ഉണ്ടായത്. അതില് നമ്മുടെ ഭൂമി രൂപം കൊണ്ട സമയത്ത് സൂര്യനെ പോലെ കത്തിജ്വലിക്കുന്ന ഒരു തീഗോളമായിരുന്നു. എന്ന് വെച്ചാൽ ഖരാവസ്ഥയിലുള്ള പ്രതലമൊന്നുമില്ലാത്ത ലാവയും പ്ലാസ്മയും നിറഞ്ഞ തീഗോളമായിരുന്നു നമ്മുടെ ഭൂമി. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ, ആദിമ അന്തരീക്ഷത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് ഹൈഡ്രജനും ഹീലിയവുമായിരുന്നു. സൂര്യനിൽ ഉള്ളത് എന്താണ്? ഹൈഡ്രജനും ഹീലിയവുമാണല്ലോ. അതുപോലെ സൂര്യന്റെ അതേ അവസ്ഥയിലായിരുന്നു നമ്മുടെ ഭൂമി. ആ ഭൂമിയുടെ ആദിമ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത് ഹൈഡ്രജനും ഹീലിയവുമായിരുന്നു. ഈ ഹൈഡ്രജനെയും ഹീലിയത്തെയും വൈപ്പ് ഔട്ട് ചെയ്തത്, അല്ലെങ്കിൽ തുടച്ചു നീക്കിയത് സൗരക്കാറ്റുകളാണ്. സോളാർ വിൻഡ്സ്, സൂര്യനിൽ നിന്നുള്ള സോളാർ വിൻഡ്സ് ആണ് ഭൂമിയുടെ ആദിമ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഹൈഡ്രജനെയും ഹീലിയത്തെയും നീക്കം ചെയ്തത്, വൈപ്പ് ഔട്ട് ചെയ്തത്. അതാണ് ആദ്യഘട്ടം. 2ാം ഘട്ടത്തിലാണ് ഡീഗാസിംഗ് പ്രവർത്തനം നടന്നത്. അതായത് ഭൂമി രൂപം കൊണ്ട് അനേകം കോടി വർഷങ്ങൾക്ക് ശേഷം, ഭൂമി ഉണ്ടായി വീണ്ടും അനേകം കോടി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഭൂമിയുടെ ഉപരിതലം തണുക്കാൻ തുടങ്ങി. അങ്ങനെ ഭൂമിയുടെ ഉപരിതലം തണുക്കാൻ തുടങ്ങി. ആ സമയമെല്ലാം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സംഭവിക്കുമായിരുന്നു. തുടർച്ചയായ അഗ്നിപർവ്വത സ്ഫോടന പരമ്പരകൾ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിക്കുമായിരുന്നു. അങ്ങനെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറന്തള്ളപ്പെട്ട വിവിധ വാതകങ്ങളും നീരാവിയും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തി.
അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറന്തള്ളപ്പെട്ട കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, മീഥെയ്ൻ, അമോണിയ പോലുള്ള വാതകങ്ങളും നീരാവിയും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തപ്പെട്ടു. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഡീഗ്യാസിംഗ്. അങ്ങനെ ഡീഗ്യാസിംഗ് പ്രവർത്തനത്തിലൂടെയാണ് അല്ലെങ്കിൽ ഡീഗ്യാസിംഗ് പ്രക്രിയയിലൂടെയാണ് അന്തരീക്ഷത്തിൽ വിവിധ വാതകങ്ങളും നീരാവിയുമെല്ലാം എത്തിയത്. അതാണ് രണ്ടാം ഘട്ടം. ഇനി അപ്പോഴും സ്വതന്ത്ര ഓക്സിജൻ എത്തിയിട്ടില്ല. സ്വതന്ത്ര ഓക്സിജൻ എത്താൻ പ്രധാനമായും കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ ഭൂമിയുടെ ഉപരിതലം തണുത്തുകൊണ്ടിരുന്നു. ഭൂമി രൂപം കൊണ്ട് അനേകം കോടി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഭൂമിയുടെ ഉപരിതലം തണുത്തുകൊണ്ടിരുന്നു. ഭൂമിയുടെ ഉപരിതലം തണുത്തുകൊണ്ടിരുന്നതിന്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ ഉണ്ടായി. ആ മേഘങ്ങളിൽ നിന്ന് മഴ ലഭിച്ചു. ആ മഴ വർഷങ്ങളോളം തുടർച്ചയായി നീണ്ടുനിന്ന മഴയായിരുന്നു. കാർബൺ ഡയോക്സൈഡ് കലർന്ന ജലമാണ് മഴയായി ഭൂമിയിൽ എത്തിയത്. ആ ജലമെല്ലാം ഭൂമിയുടെ ഡിപ്രഷൻസ് എന്ന് വെച്ചാൽ ഭൂമിയുടെ താഴ്ചകളിൽ സംഭരിക്കപ്പെട്ടാണ് സമുദ്രം ഉണ്ടായത്. കാര്യം വർഷങ്ങളോളം തുടർച്ചയായി പെയ്ത മഴയായിരുന്നു. ആ മഴയുടെ ഫലമായിട്ട്, വർഷങ്ങളോളം തുടർച്ചയായി പെയ്ത മഴയുടെ ഫലമായിട്ട് ഭൂമിയുടെ ഡിപ്രഷൻസിൽ ജലം സംഭരിക്കപ്പെട്ടു. അതാണ് സമുദ്രമായി മാറിയത്. ആ സമുദ്രത്തിൽ പിന്നീട് ജീവന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അതായത് ഏകകോശ ബാക്ടീരിയ, ബ്ലൂ ആൽഗെ ഒക്കെ സമുദ്രത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആദ്യഘട്ടത്തിലെല്ലാം ജീവൻ നിലനിന്നത് സമുദ്രത്തിൽ മാത്രമായിരുന്നു, അതായത് ജലത്തിൽ മാത്രമായിരുന്നു. കരയിൽ ജീവൻ ഇല്ലായിരുന്നു. അങ്ങനെ സമുദ്രത്തിൽ ക്രമേണ സസ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ ബ്ലൂ ആൽഗെ ഉൾപ്പെടുന്ന സസ്യങ്ങൾ സമുദ്രത്തിൽ കാർബൺ ഡയോക്സൈഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസ് പ്രവർത്തനം നടത്തി. ആ ഫോട്ടോസിന്തസിസ് പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സമുദ്രത്തിൽ ഓക്സിജൻ നിറയാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ സമുദ്രം ഓക്സിജനാൽ സമൃദ്ധമായി. ആ ഓക്സിജന്റെ ഒരു ഭാഗം അന്തരീക്ഷത്തിൽ എത്തപ്പെട്ടു. അങ്ങനെയാണ് ഓക്സിജൻ സമൃദ്ധമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഭൂമിക്ക് ലഭിക്കുന്നത്. എത്ര വർഷങ്ങൾക്ക് മുൻപ്? 2000 മില്യൺ വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ഇന്നത്തെ ഭൗമാന്തരീക്ഷത്തിലേക്കുള്ള പരിണാമത്തിൽ അല്ലെങ്കിൽ ഓക്സിജൻ സമൃദ്ധമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഭൂമിക്ക് ലഭിച്ചത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ഏതെല്ലാം ഘട്ടങ്ങളാണ്? ഒന്നാം ഘട്ടത്തിൽ നടന്ന സംഭവമാണ് സോളാർ വിൻഡ്സിന്റെ പ്രവർത്തനം. രണ്ടാം ഘട്ടത്തിൽ നടന്ന പ്രക്രിയയാണ് ഡീഗ്യാസിംഗ്. മൂന്നാം ഘട്ടത്തിൽ നടന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ്. ഈ 3 ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഓക്സിജൻ സമൃദ്ധമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഭൂമിക്ക് ലഭിക്കുന്നത്. അന്തരീക്ഷ വായുവിന്റെ ഭൂരിഭാഗവും ഉള്ളത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 32 കിലോമീറ്ററിന് ഉള്ളിലാണ്. അന്തരീക്ഷ വായുവിന്റെ ഭൂരിഭാഗവും, നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും അന്തരീക്ഷ വായുവിന്റെ അളവ് കുറയും. അതായത് അന്തരീക്ഷ വായുവിന്റെ ഡെൻസിറ്റി കുറയും. ആ അന്തരീക്ഷ വായുവിന്റെ ഭൂരിഭാഗവും ഉള്ളത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 32 കിലോമീറ്ററിന് ഉള്ളിലാണ്. ഭൗമോപരിതലം മുതൽ 100 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗത്തെ ഭൗമാന്തരീക്ഷം എന്ന് വിളിക്കുന്നു. അങ്ങനെ അന്തരീക്ഷ വായുവിന്റെ അളവ് കുറഞ്ഞ് 100 കിലോമീറ്റർ വരെ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ വരെ അന്തരീക്ഷ വായുവിന്റെ സാന്നിധ്യം ഉണ്ടാകും. ആ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഭൗമാന്തരീക്ഷം എന്ന് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഈ 2 പോയിന്റുകളും വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അന്തരീക്ഷ വായുവിന്റെ ഭൂരിഭാഗവും ഉള്ളത് ഭൗമോപരിതലത്തിൽ നിന്ന് 32 കിലോമീറ്ററിന് ഉള്ളിലാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ വായുവിന്റെ സാന്ദ്രത കുറയും. അങ്ങനെ കുറഞ്ഞ് എത്ര കിലോമീറ്റർ വരെ? 100 കിലോമീറ്റർ വരെ. ഭൗമോപരിതലം മുതൽ 100 കിലോമീറ്റർ വരെ അന്തരീക്ഷ വായുവിന്റെ സാന്നിധ്യമുണ്ട്. ആ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭൗമാന്തരീക്ഷം. ഓർത്തിരിക്കുക. ഇനി ഭൗമോപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗമാണ് ബഹിരാകാശം. അപ്പോൾ ബഹിരാകാശത്തിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗമാണ് ബഹിരാകാശം. എന്ന് വെച്ചാൽ ഭൗമാന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും, ഭൗമാന്തരീക്ഷം എന്ന് വെച്ചാൽ എത്രയാണ്? ഭൗമോപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് ഭൗമാന്തരീക്ഷം. ഭൗമോപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗമാണ് ബഹിരാകാശം. അതായത് ഭൗമാന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാർമൻ ലൈൻ അഥവാ കാർമൻ രേഖ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഭൗമാന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കാർമൻ ലൈൻ അല്ലെങ്കിൽ കാർമൻ രേഖയാണ്. ഓക്കെ, ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അത് ഇവിടെ ചിത്രമായി ചിത്രീകരിച്ചാൽ, ഇപ്പോ ഇത് ഭൂമിയുടെ ഉപരിതലമാണെന്ന് വിചാരിക്കുക. ഭൂമിയുടെ ഉപരിതലം. അപ്പോൾ ഉപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ
ആ 100 കിലോമീറ്റർ അത്രയും ഭാഗമാണ് ഭൗമാന്തരീക്ഷം. അതിന് മുകളിലോട്ടുള്ള ഭാഗം ബഹിരാകാശം. അതിനെ ഈ ഭൗമാന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ഒരു സാങ്കല്പിക രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കാർമൻ രേഖ. ഓക്കെ, കാർമൻ രേഖ ഓർത്തിരിക്കുക. ഭൗമോപരിതലത്തിൽ നിന്ന് 32 കിലോമീറ്ററിന് ഉള്ളിലാണ് അന്തരീക്ഷ വായുവിന്റെ ഭൂരിഭാഗവും ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഭൗമോപരിതലത്തിൽ നിന്ന് 32 കിലോമീറ്ററിനുള്ളിലാണ് അന്തരീക്ഷ വായുവിന്റെ ഭൂരിഭാഗവും ഉള്ളത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ വായുവിന്റെ ഡെൻസിറ്റി, സാന്ദ്രത കുറഞ്ഞു വരുന്നു. അങ്ങനെ അന്തരീക്ഷ വായുവിന്റെ സാന്നിധ്യം ഉള്ളത് എത്ര കിലോമീറ്റർ വരെയാണ്? 100 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭൗമാന്തരീക്ഷം. ആ ഭൗമാന്തരീക്ഷത്തിന് മുകളിലോട്ടുള്ള ഭാഗം, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്ററിന് മുകളിലോട്ടുള്ള ഭാഗമാണ് ബഹിരാകാശം. ആ ഭൗമാന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന 100 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സാങ്കല്പിക രേഖയാണ് കാർമൻ രേഖ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് കിട്ടും, കാർമൻ രേഖ ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എത്ര ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു? 100 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, കാർമൻ രേഖ 100 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ താപനില താഴാതെ പിടിച്ചു നിർത്തുന്ന അന്തരീക്ഷത്തിലെ വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. നമ്മുടെ ഭൂമിയുടെ ഭൗമോപരിതലത്തിലെ താപനില താഴാതെ പിടിച്ചു നിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് ആര് വഹിക്കുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ് വഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി അന്തരീക്ഷത്തിലെ വിവിധ ഘടകങ്ങളിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? വിവിധ വാതകങ്ങൾ, നീരാവി, പൊടിപടലങ്ങൾ. അപ്പോൾ നമുക്കിനി അതിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം വിവിധ വാതകങ്ങളിലേക്ക് നോക്കാം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങൾ, നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പോൾ വിവിധ വാതകങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് അന്തരീക്ഷത്തിലെ വിവിധ വാതകങ്ങളിൽ ഒരു പ്രധാനിയാണ് കാർബൺ ഡയോക്സൈഡ്. ഞാൻ പറഞ്ഞു, ഭൗമോപരിതല താപനില താഴാതെ പിടിച്ചു നിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് ആര് വഹിക്കുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ് വഹിക്കുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്താൻ നമ്മൾ ഒരു ഗ്രാഫ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഗ്രാഫിന്റെ പേരാണ് കീലിംഗ് കർവ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഓർത്തിരിക്കുക. കാര്യം, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൽ നിരന്തരം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അന്തരീക്ഷത്തിൽ വിവിധ വാതകങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, അന്തരീക്ഷത്തിലെ ഘടകങ്ങളിൽ ഒരു പ്രധാന ഘടകമാണ് വിവിധ വാതകങ്ങൾ. ആ വിവിധ വാതകങ്ങളിൽ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ് മുതലായ വാതകങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിൽ കാർബൺ ഡയോക്സൈഡിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, അന്തരീക്ഷത്തിലെ മറ്റ് വാതകങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവിൽ മാറ്റങ്ങൾ ഉണ്ടാകും. എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലെ മറ്റ് വാതകങ്ങളെല്ലാം ഏകദേശം സ്ഥിരമായിട്ട് നിലനിൽക്കുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പറയുന്ന കാര്യം മനസ്സിലായോ? അന്തരീക്ഷത്തിലെ മറ്റു വാതകങ്ങൾ, അതായത് ഓക്സിജൻ, നൈട്രജൻ പോലുള്ള വാതകങ്ങൾ ഉണ്ടല്ലോ, അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് ഒഴികെയുള്ള മറ്റു വാതകങ്ങളുടെ അളവ് ഏകദേശം സ്ഥിരമായി നിലനിൽക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ അളവിൽ നിരന്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആ കാർബൺ ഡയോക്സൈഡിന്റെ അളവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രേഖപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. അപ്പോൾ നമുക്കിനി അന്തരീക്ഷത്തിലെ വിവിധ വാതകങ്ങളെ ഒന്ന് പരിചയപ്പെടാം. നൈട്രജൻ 78.08%, ഓക്സിജൻ 20.95%. അന്തരീക്ഷ വായുവിലെ പ്രധാന വാതകങ്ങളാണ് നമ്മൾ പറയുന്നത്, അതിന്റെ ശതമാനം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ ആണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം എന്ന് ചോദിച്ചാലും അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം എന്ന് ചോദിച്ചാലും ആൻസർ നൈട്രജൻ, 78.08%. രണ്ടാം സ്ഥാനത്ത് ഓക്സിജൻ ആണ്. ഓക്സിജൻ അന്തരീക്ഷത്തിൽ 20.95% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്സിജൻ സമൃദ്ധമായ ഒരു അന്തരീക്ഷമാണ് ഭൂമിക്കുള്ളത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം 21% ഉണ്ട് ഓക്സിജൻ. ആർഗൺ 0.93% അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകമാണ് ആർഗൺ. ആർഗൺ എത്രയാണ്? അന്തരീക്ഷത്തിൽ ആർഗണിന്റെ സ്ഥാനം 3-ാമതാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന 3-ാമത്തെ മൂലകം അല്ലെങ്കിൽ 3-ാമത്തെ വാതകമാണ് ആർഗൺ, 0.93%. അപ്പോൾ ആർഗണുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകം ചോദിച്ചാൽ ആർഗൺ ആണ്. അലസവാതകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെടാത്ത
മൂലകങ്ങളാണ് അലസവാതകങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിൽ ഒരാളാണ് ആർഗൺ. ആർഗൺ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ ഇതൊക്കെ അലസവാതകങ്ങളാണ്. അതിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകമാണ് ആർഗൺ. ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന നാലാമത്തെ വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ പെർസെന്റേജ് 0.03%. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഹരിതഗ്രഹ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന നാലാമത്തെ വാതകവും അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഹരിതഗ്രഹ വാതകവുമാണ് കാർബൺ ഡയോക്സൈഡ്. ഹരിതഗ്രഹ പ്രഭാവം എന്താണെന്നുള്ളത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഇനി നിയോണിന്റെ കോൺട്രിബ്യൂഷൻ 0.0018%, ഹീലിയം അതൊക്കെ വളരെ വളരെ കുറവാണ്. ബാക്കിയുള്ളത് നിയോൺ, ഹീലിയം, മീഥെയ്ൻ, ഓസോൺ, ഹൈഡ്രജൻ ഒക്കെയാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് വാതകങ്ങൾ. അതിന്റെയൊക്കെ അളവ് വളരെ വളരെ കുറവാണ്. പ്രധാനമായും ഈ 4 വാതകങ്ങളാണ്. ആരൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്. ബാക്കിയുള്ളവയുടെ അളവ് വളരെ കുറവാണ്. ബാക്കിയുള്ളവ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നിയോൺ, ഹീലിയം, മീഥെയ്ൻ, ഓസോൺ, ഹൈഡ്രജൻ ഒക്കെയാണ് ബാക്കി പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. പക്ഷെ അവയുടെ കണ്ടന്റ് വളരെ 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 കുറവാണ്. അപ്പോൾ നമുക്ക് ഓസോണൊക്കെ പഠിക്കാനുണ്ട്. ഓസോണൊക്കെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളി പഠിക്കുമ്പോൾ നമുക്ക് ഓസോണിനെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലോട്ട് വരാം. കാർബൺ ഡയോക്സൈഡിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അന്തരീക്ഷത്തിലെ മറ്റ് വാതകങ്ങളുടെ അളവ് ഏകദേശം സ്ഥിരമായി നിലനിൽക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ അളവിൽ മാറ്റങ്ങൾ ഉണ്ടാകും. കാര്യം കാർബൺ ഡയോക്സൈഡിന്റെ അളവിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണം, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വനനശീകരണമാണ്. ഹരിത സസ്യങ്ങളെ ഇല്ലാണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകത്തെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. കാര്യം ഹരിത സസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്ത് ഓക്സിജൻ റിലീസ് ചെയ്യും. ആ പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ്. അതായത് ഹരിത സസ്യങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത് എന്താണ്? അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യും. അപ്പോൾ ആ ഹരിത സസ്യങ്ങളെ നമ്മൾ ഇല്ലാണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വനനശീകരണം നടത്തുമ്പോൾ പ്രധാനമായും കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യാനുള്ള ഒരു പ്രധാന ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നശിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ പ്രവൃത്തികളാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഉയരാനുള്ള പ്രധാന കാരണം. അന്തരീക്ഷത്തിലെ മറ്റ് വാതകങ്ങളെല്ലാം ഏകദേശം സ്ഥിരമായി നിലനിൽക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ അളവിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഭൗമോപരിതല താപനില താഴാതെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് കാർബൺ ഡയോക്സൈഡ്. നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന അന്തരീക്ഷത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് സൗരവികിരണത്തിന് സുതാര്യവും എന്നാൽ ഭൗമവികിരണത്തിന് അതാര്യവുമാണ്. സൗരവികിരണം എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യനിൽ നിന്നുള്ള ഊർജം, താപോർജം ഹ്രസ്വ തരംഗങ്ങളായിട്ട് ഭൂമിയിലോട്ട് വരുന്ന പ്രക്രിയയാണ് സൗരവികിരണം. ഒന്നുകൂടെ പറയാം. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ സൂര്യനിൽ നിന്നുള്ള താപോർജം ഹ്രസ്വ തരംഗങ്ങളായി ഭൗമോപരിതലത്തിലേക്ക് വരുന്ന പ്രക്രിയയാണ് സൗരവികിരണം അഥവാ ഇൻസൊലേഷൻ. അങ്ങനെ ഈ സൗരവികിരണത്തെ ഭൗമോപരിതലം അബ്സോർബ് ചെയ്യും. അതായത് കരയും കടലും അബ്സോർബ് ചെയ്യും. സൂര്യാസ്തമയത്തിന് ശേഷം ഈ ഭൗമോപരിതലം അബ്സോർബ് ചെയ്തു വച്ചിരിക്കുന്ന താപം ഭൗമോപരിതലത്തിൽ നിന്ന് തിരികെ ദീർഘതരംഗങ്ങളായി ശൂന്യാകാശത്തേക്ക് മടങ്ങും. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഭൗമവികിരണം അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് സൗരവികിരണത്തിന് സുതാര്യവും എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് സൗരവികിരണത്തിന് സുതാര്യം എന്ന് വെച്ചാൽ കടത്തിവിടുന്നു. സൗരവികിരണങ്ങളെ കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുന്നു. എന്നാൽ ഭൗമവികിരണത്തിന് അതാര്യവുമാണ് എന്ന് വെച്ചാൽ ഭൗമവികിരണങ്ങളെ അബ്സോർബ് ചെയ്യുന്നു. ഭൗമവികിരണങ്ങളെ ശൂന്യാകാശത്തേക്ക് കടത്തി വിടുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. കാർബൺ ഡയോക്സൈഡ് സൗരവികിരണത്തെ കടത്തിവിടുമ്പോൾ അല്ലെങ്കിൽ സൗരവികിരണത്തിന് സുതാര്യമാകുമ്പോൾ
ഭൗമ വികിരണത്തെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. എന്ന് വെച്ചാൽ ഭൗമ വികിരണത്തെ കടത്തിവിടില്ല. എങ്ങോട്ടേക്ക് കടത്തിവിടത്തില്ല? ശൂന്യാകാശത്തേക്ക് കടത്തിവിടത്തില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ സൗരവികിരണവും ഭൗമ വികിരണവും തമ്മിൽ ഒരു ബാലൻസിങ് ഉണ്ടായിരിക്കണം. ആ ബാലൻസിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ബഡ്ജറ്റ്. സൗരവികിരണവും ഭൗമ വികിരണവും തമ്മിലുള്ള സന്തുലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ബഡ്ജറ്റ്. അപ്പോൾ നോക്കൂ, സൗരവികിരണം വരുന്നു, ആ സൗരവികിരണത്തെ ഭൂമി അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന താപോർജം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മടങ്ങിപ്പോണം. അതാണ് ഭൗമ വികിരണം. ആ ഭൗമ വികിരണത്തെ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യാണ്? തടയുകയാണ്. അങ്ങനെ തടയുമ്പോൾ ആ ഭൗമ വികിരണം, അതായത് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് തിരികെ പോയ ശൂന്യാകാശത്തേക്ക് പോകേണ്ടതായിരുന്നു, പക്ഷേ കാർബൺ ഡയോക്സൈഡ് ഈ ഭൗമ വികിരണത്തെ എന്ത് ചെയ്തു? തടഞ്ഞു. അത് കാരണം ആ നമ്മുടെ ഭൗമാന്തരീക്ഷത്തിൽ ആ ചൂട് നിലനിൽക്കും. ഈ ഒരു പ്രതിഭാസമാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്. പറയുന്ന കാര്യം ക്ലിയർ ആണോ? വളരെ പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കുക. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ സൗരവികിരണം എന്ന പ്രക്രിയയിലൂടെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ചൂടുപിടിക്കുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഈ താപോർജം ശൂന്യാകാശത്തേക്ക് മടങ്ങുന്നു. ഈ പ്രക്രിയയാണ് ഭൗമവികിരണം. എന്നാൽ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് ഈ ഭൗമവികിരണങ്ങളെ അബ്സോർബ് ചെയ്യുന്നു, തടഞ്ഞു നിർത്തി. അതിന്റെ ഫലമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് തങ്ങി നിൽക്കുന്നു. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഹരിതഗ്രഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഭൂമിയുടെ ഉപരിതലത്തിലെ താപം, ചൂട്, ഭൗമോപരിതലത്തിലെ ചൂട് താഴാതെ പിടിച്ചു നിർത്തുന്ന അന്തരീക്ഷത്തിലെ ഒരു പ്രധാന ഘടകമാണ് ആര്? കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ചെയ്യുന്ന പ്രവൃത്തി മനസ്സിലായല്ലോ. എന്താ ചെയ്യുന്നത്? ഭൗമ വികിരണങ്ങളിലെ ഇപ്പൊ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താപോർജം ശൂന്യാകാശത്തേക്ക് മടങ്ങുന്നതിനെയാണ് നമ്മൾ ഭൗമ വികിരണം എന്ന് വിളിക്കുന്നത്. രാത്രി കാലങ്ങളിലാണ് ഭൗമ വികിരണം സജീവമായി നടക്കുന്നത്. അപ്പോൾ ഈ ഭൗമ വികിരണങ്ങളെ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തിട്ട് തിരിച്ച് ഭൂമിയിലോട്ട് തന്നെ പ്രതിഫലിപ്പിക്കും. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ആ ചൂട് നിലനിൽക്കും. അതിനെയാണ് നമ്മൾ ഹരിതഗ്രഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് കണ്ടെത്തിയത് ജോസഫ് ഫോറിയർ ആണ് കേട്ടോ. ഹരിതഗ്രഹ പ്രഭാവം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ജോസഫ് ഫോറിയർ. ഇനി നോക്കൂ, അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുകയാണെങ്കിൽ കൂടുതൽ ഭൗമ വികിരണങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ആ ആഗിരണം ചെയ്യപ്പെട്ട താപോർജം ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ പ്രതിഫലിപ്പിക്കപ്പെടുകയും തൽഫലമായി ഭൗമോപരിതലത്തിൽ ചൂട് വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഹരിതഗ്രഹ പ്രഭാവം അവിടെ വർദ്ധിക്കുന്നു എന്നാണ് അതിനർത്ഥം. പറയുന്ന കാര്യം മനസ്സിലായോ? അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഭൗമ വികിരണങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും അത് ഭൂമിയിലോട്ട് പ്രതിഫലിപ്പിക്കപ്പെടുകയും തൽഫലമായി ഭൂമിയിൽ ചൂട് വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ വർദ്ധിതമായി അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം വർദ്ധിക്കുന്നു. ഇതാണ് ആഗോള താപനം എന്ന് നമ്മൾ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗോള താപനം. അതാണ് ഇവിടെ പറയുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ വർധനവ് കൂടുതൽ ഭൗമ വികിരണം ആഗിരണം ചെയ്യുന്നതിനും തന്മൂലം വർദ്ധിച്ച ഹരിതഗ്രഹ പ്രഭാവത്തിനും കാരണമാകുന്നു. അങ്ങനെ ഭൂമിയിലെ ചൂട് ക്രമാതീതമായി കൂടുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഗോള താപനം. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് ഇത് ഇടയാക്കും. ഓക്കെ, അപ്പോൾ ആഗോള താപനം വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതിലൂടെയാണ്. നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കാർബൺ ഡയോക്സൈഡ്. അത് ഇങ്ങനെയാണ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ ഭൗമ വികിരണങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നു. തൽഫലമായിട്ട് ഈ ആഗിരണം ചെയ്യപ്പെട്ട താപമെല്ലാം ഭൂമിയിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കപ്പെടുന്നു. നമ്മുടെ ഭൗമാന്തരീക്ഷത്തിൽ താപനില വർദ്ധിക്കുന്നു. ഇങ്ങനെ ഇത് ഹരിതഗ്രഹ പ്രഭാവത്തിന്, ഈ വർദ്ധിത ഹരിതഗ്രഹ പ്രഭാവം ആഗോള താപനത്തിന് കാരണമാകുന്നു. അതായത് ഹരിതഗ്രഹ പ്രഭാവം വർദ്ധിക്കുന്നു, ആഗോള താപനം എന്ന് പറയുന്ന പ്രതിഭാസം നടക്കുന്നു.
അപ്പോൾ ആഗോള താപനത്തിന്റെ ഫലമായിട്ട് പല ജീവികളും ഭൂമിയിൽ നിന്ന് വേരറ്റു പോകും, വംശനാശം സംഭവിക്കും. അങ്ങനെ ആഗോള താപനത്തിന്റെ ഫലമായി ഭൂമിയിൽ വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവിയാണ് സ്വർണ്ണത്തവള. ആഗോള താപനത്തിന്റെ ഫലമായി ഭൂമിയിൽ വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വർണ്ണത്തവളയാണ്. ഇപ്പോൾ ആഗോള താപനവുമല്ല, ഇപ്പോൾ ആഗോള തിളയ്ക്കലാണ്, ഗ്ലോബൽ ബോയിലിംഗ് ആണ് ആഗോള തിളയ്ക്കൽ. കാരണം ഭൂമി അത്രത്തോളം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ, ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കൂടിയിരിക്കുന്നു. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ, ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഭൂമിയുടെ കാലാവസ്ഥ ഒരുപാട് മാറിയിരിക്കുന്നു. ഭൂമി തിളയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്ലോബൽ ബോയിലിംഗ് ആണ് സംഭവിക്കുന്നത്, ആഗോള തിളയ്ക്കലാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. ആഗോള തിളയ്ക്കൽ അല്ലെങ്കിൽ ഗ്ലോബൽ ബോയിലിംഗ് എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് അന്റോണിയോ ഗൂട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗൂട്ടറസ് ആണ് ആഗോള തിളയ്ക്കൽ എന്ന വാക്ക് നിർദ്ദേശിച്ചത്. അപ്പോൾ അതാണ് നമ്മുടെ ആഗോള ഹരിതഗ്രഹ പ്രഭാവം, ആഗോള താപനം. ഇത് രണ്ടും ഓർത്തിരിക്കുക. ഹരിതഗ്രഹ പ്രഭാവം കണ്ടെത്തിയത് ആരാണ്? ജോസഫ് ഫോറിയർ. വർദ്ധിത ഹരിതഗ്രഹ പ്രഭാവം എന്തിനു കാരണമാകും? ആഗോള താപനത്തിലേക്ക് നയിക്കും. ആഗോള താപനത്തിന്റെ ഫലമായി വംശനാശം സംഭവിച്ച ഭൂമിയിലെ ആദ്യത്തെ ജീവിയാണ് സ്വർണ്ണത്തവള. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യവും കൂടി ഓർത്തിരിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഹരിതഗ്രഹ വാതകങ്ങൾ, ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളെ നമ്മൾ ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന് വിളിക്കും. അതിലെ ഏറ്റവും പ്രധാനിയാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഹരിതഗ്രഹ വാതകമാണ് ആര്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് പുറമെ നമ്മുടെ നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, പിന്നെ നീരാവി, ഇതൊക്കെ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകും. അപ്പോൾ ഹരിതഗ്രഹ വാതകങ്ങൾക്ക് ഉദാഹരണം ആണ് ഞാൻ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനിയാണ് ആര്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, ക്ലോറോഫ്ലൂറോ കാർബൺ, നീരാവി, ഇതെല്ലാം എന്തിന് കാരണമാകും? ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകും. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ അന്തരീക്ഷത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഓസോൺ. ഓസോൺ എന്ന് വെച്ചാൽ എന്താണ്? 3 ഓക്സിജൻ തന്മാത്രകൾ ചേരുമ്പോഴാണ് ഓസോൺ വാതകം. ഓസോൺ വാതകത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളി പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ മനസ്സിലാക്കുക, ഭൗമോപരിതലത്തിൽ നിന്നും 20 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗത്താണ് ഓസോൺ വാതകം കാണപ്പെടുന്നത്. അതായത് ഈ ഭൗമോപരിതലത്തിൽ നിന്ന് 20 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റോസ്ഫിയർ. ആ സ്ട്രാറ്റോസ്ഫിയറിലാണ് ആര് കാണുന്നത്? എന്ത് രൂപം കൊള്ളുന്നത്? ഓസോൺ വാതകം രൂപം കൊള്ളുന്നത്. ഓസോൺ വാതകം രൂപം കൊള്ളുന്ന പ്രക്രിയ ഓസോണൈസേഷൻ അല്ലെങ്കിൽ ഓസോണീകരണം എന്ന് അറിയപ്പെടുന്നു. ഓസോണീകരണം നടക്കുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. എത്ര ഹൈറ്റിൽ? 20 മുതൽ 50 കിലോമീറ്റർ വരെ ഹൈറ്റിലാണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാനുണ്ട്. അത് നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ പഠിക്കുമ്പോൾ പറയാം. സൂര്യനിൽ നിന്നും പ്രസരിക്കുന്ന മാരകമായ അൾട്രാ വയലറ്റ് റേസ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ആഗിരണം ചെയ്ത് ഭൂമിയുടെ രക്ഷാ കവചമായി ഓസോൺ വർത്തിക്കുന്നു. നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻ, അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റേ ആണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസ്. ഈ അൾട്രാ വയലറ്റ് കിരണങ്ങൾ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്നാൽ അത് പല മാരകമായ രോഗങ്ങൾക്കും കാരണമാകും. ഫോർ എക്സാമ്പിൾ, അൾട്രാ വയലറ്റ് കിരണങ്ങൾ കാരണമാണ് സ്കിൻ ക്യാൻസർ ഉണ്ടാകും, അന്ധത ബാധിക്കും, പിന്നെ സസ്യങ്ങളുടെ വളർച്ച മുരടിക്കും, അകാല വാർദ്ധക്യം, മനുഷ്യനിൽ അകാല വാർദ്ധക്യം സംഭവിക്കും, സസ്യങ്ങളുടെ വളർച്ച മുരടിക്കും. ഇപ്പൊ സസ്യങ്ങളാണല്ലോ ഫുഡ് ചെയിനിന്റെ അടിസ്ഥാന കണ്ണി, അതായത് ഭക്ഷ്യ ശൃംഖലയുടെ അടിസ്ഥാന കണ്ണിയാണ് ഹരിത സസ്യങ്ങൾ. അപ്പൊ സ്വാഭാവികമായും ഭക്ഷ്യ ശൃംഖല തകർക്കപ്പെടും, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും. അങ്ങനെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ നമ്മുടെ ഭൗമോപരിതലത്തിലേക്ക് കടന്നു വന്നാൽ പല ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള ദോഷങ്ങളും ഭൂമിക്ക് സംഭവിക്കും. അത് ഭൂമിയിലെ ജീവജാലങ്ങളെ ബാധിക്കും, സസ്യജാലങ്ങളെ ബാധിക്കും. അപ്പോൾ ആ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ഭൗമോപരിതലത്തിലേക്ക് കടത്തിവിടാതെ
അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്തുകൊണ്ട് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ പാളി ഭൂമിയെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഓസോൺ പാളി രൂപം കൊള്ളുന്നതിനെ കുറിച്ച് നമുക്ക് പിന്നെ അങ്ങോട്ട് വിശദീകരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ പഠിച്ചത് എന്തിനെ കുറിച്ചാണ്? അന്തരീക്ഷത്തിലെ ഘടകങ്ങളാണ്. അന്തരീക്ഷ ഘടകങ്ങളിലെ വിവിധ വാതകങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയത്. അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെയാണ്? വിവിധ വാതകങ്ങൾ, നീരാവി, പൊടിപടലങ്ങൾ. അതിൽ വിവിധ വാതകങ്ങളാണ് നമ്മൾ നോക്കിയത്. ആ വിവിധ വാതകങ്ങളിൽ കാർബൺ ഡയോക്സൈഡിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കി, ഓസോണിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അന്തരീക്ഷ വായുവിലെ മറ്റ് 2 ഘടകങ്ങളാണ്. ആരൊക്കെയാണ്? നീരാവി, പൊടിപടലങ്ങൾ. അന്തരീക്ഷത്തിലെ നീരാവി, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, അതിലേക്കാണ് നമുക്ക് പോകേണ്ടത്.